എൻ്റെ കേടിപ്പോണ്ട് അതൊക്കെ അങ്ങനെ. സോ ഗൈസ് അമ്പലം ചന്ദനം കിട്ടി. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ തമ്മനയിൽ ടൈറ്റിലെല്ലാം കണ്ടത് ശരി തന്നെയാണ്. ഇന്ന് എൻ്റെ ഫസ്റ്റ് സെമ്മിൻ്റെ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. ഒരു ഫുൾ വ്ളോഗ് എടുക്കാം എന്നൊക്കെ ഒരു പ്ലാനുണ്ട്. അപ്പോൾ ഞാൻ ഒരു 6:30 എണീറ്റ് ബെഡിൽ നിന്ന് ഒരു 6:35 വന്നപ്പോൾ. അപ്പോൾ ഞാൻ നേരെ പഠിക്കാൻ പോവാം. കുറച്ച് നേരം പഠിക്കണം. 7:45 അമ്പലത്തിൽ പോകണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ഫോണൊന്ന് കുത്തിയിട്ടെ, ചാർജ് കുറവാണ്. അതുകൊണ്ട് അപ്പോൾ എന്തൊരു ഫുൾ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. എൻ്റെ ബാഗൊക്കെ ഞാൻ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടാണ്. അസൈൻമെൻ്റൊക്കെ എടുപ്പുണ്ട്, അതൊക്കെ ഇന്ന് കൊടുക്കാനുള്ളതാണ്. പഠിക്കാം. അങ്ങനെ ഞാൻ കുറച്ച് നേരം പഠിക്കുകയൊക്കെ ചെയ്ത് എന്നിട്ട് ഞാനിപ്പോൾ പോയി കുളിക്കാൻ പോവാം. കുളിച്ചിട്ട് പല്ല് വെച്ചിട്ട് കുളിക്കാൻ പോവാം. സാധാരണ പല്ല് വെച്ചിട്ട് എനിക്ക് ഉടനെ ചായ കിട്ടണം. ചായ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അമ്മൂമ്മ. അതുകൊണ്ട് വന്നിട്ട് ചായ കുടിക്കാം. അപ്പോൾ പല്ല് തേച്ച് കുളിച്ചിട്ട് വരാം. ഓക്കെ. ഞാനിപ്പോൾ ഒരുങ്ങുന്ന സാധനങ്ങളൊക്കെ താഴോട്ടാക്കി. മേളിലോട്ട് ഇതുവരെ അങ്ങോട്ട് കൊണ്ടുപോയില്ല, ഇനി അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പം ഇപ്പോൾ സമയം 7 മണിയായി. 7:45 എനിക്ക് ഓട്ടോ വരും. ഓട്ടോയിലോട്ടോ ഞാൻ അമ്പലത്തിൽ പോകുന്നത്. അമ്പലത്തിൽ നിന്ന് ഡയറക്റ്റ് ടു കരിക്കോട് ബസ് സ്റ്റാൻഡ്. സോ നമുക്ക് കുളിക്കാം, അല്ല പല്ല് തേക്കാം. ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് മറന്നു പോകുന്നു പല്ല് തേക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പല്ലൊക്കെ തേച്ച് കുളിച്ചിട്ടൊക്കെ വരാം. ഓക്കെ, ബൈ. അങ്ങനെ ഗൈസ്, ഞാൻ കുളിച്ചൊക്കെ വന്നു. യൂണിഫോം ഇട്ട് കേട്ടോ. ഞാൻ ഒന്ന് ഒരുങ്ങണം ചെറുതായിട്ട്. എന്നിട്ട് എക്സ്ട്രാ സമയം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പഠിക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഒരു ബുജിയാണ്. നോ ഗൈസ്, ഒരിക്കലും അല്ല. ഗൈസ്, ഞാൻ ഐഷാഡോ ഒന്നും അങ്ങനെ ഇടാറില്ല. ഞാൻ ചുമ്മാ ഒന്ന് കണ്ടപ്പോൾ ഇട്ടതാട്ടാ. ഒരുപാട് ആർഭാടത്തിൽ ഞാൻ കോളേജിൽ പോകാറില്ല. ഓക്കെ. നെക്സ്റ്റ് പൊട്ട് വെച്ച് കൊടുക്കാം. കുറച്ച് ഞാൻ റെഡിയായി കണ്ടു. എൻ്റെ അമ്മ എനിക്ക് വേണ്ടി എന്തോ വെച്ച് കറി. എന്താ വെച്ചേ? ഗ്രീൻ പീസ് കറി വെച്ചു. ഉപ്പ് നോക്കാൻ വേണ്ടി എനിക്ക് കൊണ്ടുവന്നു. ഉപ്പില്ല ഗായ്സ്. മെയിനായിട്ടുള്ളൊരു കാര്യം ഞാൻ മറന്നുപോയി ഇടാൻ. ഇതില്ലാതെ അങ്ങോട്ട് കേട്ടത്തില്ല. നമുക്കിതിടാം. സോ ഗായ്സ്, ഞാൻ 3 ഇടിയപ്പം കഴിച്ചപ്പോഴത്തേക്കും ഓട്ടോ ചേട്ടൻ വന്നു. ഞാൻ ലിപ്സ്റ്റിക് ഒന്നും ഇടില്ല. അപ്പോൾ ഓടി വന്ന് എല്ലാം റെഡിയാക്കി സെറ്റായി. ഞാൻ ഇറങ്ങാൻ പോകട്ടെ ഇനി. ശരി കേട്ടോ. എക്സാം നന്നായിട്ട് എഴുതണം. എല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് വരാം. ഞാൻ പോട്ടെ ഗൈസ്. ശരി. അപ്പം ഗൈസ്, തന്നെ ഞാൻ പെരൂർ അമ്പലത്തിൽ പോയിട്ട് അതുവഴി നേരെ ബസ് സ്റ്റോപ്പിൽ പോയി. ഇങ്ങോട്ട് തിരിച്ചു വരത്തില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് പോവാം. ശരി. അമ്പലത്തി നമുക്കിനി അങ്ങോട്ട് കയറാം. ചെരുപ്പൊക്കെ ഊരിയിടാം. ചന്ദനം കിട്ടി. ചെറുതായിട്ട് മഴ പൊടിക്കുന്നു. ബട്ട് കാണാൻ നല്ല രസമുണ്ട്. വിത്ത് സൂര്യൻ അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര വെയിൽ. 8 മണി കഴിഞ്ഞു. ും
നമ്മൾ ഇവനെ കണ്ടു ഗൈസ്. ഇങ്ങോട്ടൊക്കെ ഒരാളെങ്ങനെ പെട്ടെന്ന് വന്ന് തൊട്ടപ്പോ ഞാൻ വിചാരിച്ചില്ല നന്ദന ചേച്ചി. അങ്ങനെ ഗൈസ് നന്ദന ചേച്ചി ക്ലാസ്സിന് പോവാ. കോളേജൊക്കെ കഴിഞ്ഞു കേട്ടോ. ഫൈനലി നമ്മൾ കൊട്ടിയത്തെത്തി. ജസ്ന ഇല്ലായിരുന്നു ഇന്ന്. ഞാൻ പകുതി എത്തിയത് അക്ഷരെ കണ്ട്. ജസ്ന വേറെ ബസ്സിൽ പോയി. ഇനി നമ്മൾ ഇവിടെ നടന്ന് കോളേജിലിപ്പോൾ എത്തും. യൂണിവേഴ്സിറ്റി വ്ളോഗ് അല്ല, യൂണിവേഴ്സിറ്റി എക്സാം വ്ളോഗ്. 9:15 എക്സാം. ഹോൾ ടിക്കറ്റ് വാങ്ങിയിട്ട് കയറും. അയ്യ ഇല്ലാതെ നമുക്ക് എക്സാം ആയോണ്ടാന്ന് തോന്നുന്നു. കാർമേഘം എല്ലാവരെയും നനയ്ക്കാൻ പോവാ. അങ്ങനെ ഗൈസ് നമ്മൾ നടന്ന് കോളേജ് എത്തി. അതൊക്കെ നമ്മളെ പിള്ളേരാ നിൽക്കുന്നത്. നമുക്ക് ഹോൾ ടിക്കറ്റ് കിട്ടി. ആരൊക്കെ അവിടെ നിന്ന് പഠിക്കുന്നു. സമയമില്ല, ഇനി 9:20 9:30 തുടങ്ങും. വേറെ ആൾക്കാർക്ക് എക്സാം ഉണ്ടോ? എക്സാം എല്ലാവരും ഉണ്ട്. ഗൈസ് എക്സാം കഴിഞ്ഞു. എഴുതിയോ ഗൈസ്? എക്സാം കഴിഞ്ഞു, എല്ലാവരും ഇറങ്ങുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? സമയമില്ലായിരുന്നു, പിന്നെ കുഴപ്പമില്ല. കുറച്ച് ക്വസ്റ്റ്യൻ വലുതായിട്ട് എഴുതണം. സമയം കിട്ടിയില്ല. നിന്റെ അടുത്ത് ആയിക്കണം. നിനക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം എഴുതി? ഇല്ല, കുറച്ചൊക്കെ. ചേട്ടാ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ചേട്ടാ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം 23 പേപ്പറിൽ എഴുതിയിരിക്കുക. നീ എത്ര പേപ്പർ? 21. നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഇവിടെ എന്തോ അടി ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ. ഗൈസ് എൻ്റെ അമ്മിമോൾ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അല്ല സത്യത്തിൽ ഞാൻ പറഞ്ഞതാ. ഓരോ ഗൈസ് അപ്പോൾ നമ്മൾ എക്സാമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. വല്ല ആവശ്യമുണ്ടോ? പെരി തലവേദന എടുക്കുന്നു. ഇന്നലെ കുത്തിയിരുന്ന് പഠിച്ചല്ലേ തലവേദന എടുക്കുന്നു. എന്താടി ഒരു ചുമ. അപ്പം നമ്മൾ എക്സാമൊക്കെ കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിലോട്ട് നടക്കും. ഇനി ഇവിടുന്ന് കുറച്ചുണ്ട് അങ്ങോട്ടങ്ങ് നടക്കാനും. അതാ ദേഷ്യം വരുന്നു. ബാക്കിൽ ആരൊക്കെയോ ഉണ്ട്. ഇനി വീട്ടിൽ ചെന്നിട്ട് എന്താണ് പരിപാടി? ഇനി നമുക്ക് നാളെ എക്സാം ഇല്ല കേട്ടോ. നാളെ സ്റ്റഡി ലീവാ. അതായത് ഇന്ന് ഓഗസ്റ്റ് 12, ഓഗസ്റ്റ് 13 അല്ലേ? ഓഗസ്റ്റ് 13 സ്റ്റഡി ലീവ്, ഓഗസ്റ്റ് 14 ഗ്രാമർ. ഓ ഇംഗ്ലീഷ് ഗ്രാമറാണ് മറ്റന്നാൾ. അപ്പോൾ ഇനി മറ്റന്നാൾ വന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് ഫ്രൈഡേ ഇൻഡിപെൻഡൻസ് ഡേ, പിന്നെ മൺഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ അല്ല ഫ്രൈഡേ എക്സാം കഴിയും. ഓഗസ്റ്റ് 22 എക്സാം കഴിയും. ഹായ് ഗായ്സ്, ഞാൻ വീട്ടിൽ വന്നു. അയ്യോ ബസ്സിലിരിക്കുന്നൊന്നും വീഡിയോ എടുത്തില്ല, ഭയങ്കര തിരക്കാണ്. അപ്പോൾ എനിക്ക് തിരക്കിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര നാണക്കേടാണ്. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല ബസ്സിൽ വരുന്നതിൻ്റെ. അപ്പം ഞാൻ വീട്ടിൽ കയറി വന്നപ്പം ഇവിടെ രവിമാമനുണ്ട് കേട്ടോ, വീടില്ല. അപ്പം അമ്മയും അമ്മൂമ്മയും കൂടെ സംസാരിക്കുന്നത് ഇവിടെ. അപ്പം ബിന്ദു ആൻറ്റി ക്ലീനിങ് ചെയ്യുന്നു. ബിന്ദു ആൻറ്റി ഇവിടെയൊക്കെ മെസ്സായിട്ട് കിടക്കുക. ഇവിടെ മൊത്തം മെസ്സായിട്ട് കിടക്കുക കേട്ടോ. ക്ലീനിങ് നടക്കുക. തീരാറായി. ഇനിയുണ്ട്. ഉപ്പിട്ട നാരങ്ങ വെള്ളം ഉണ്ടാക്കിക്കൊണ്ട് വന്നു. സൂപ്പറാണ്. ആൻറ്റിയുടെ ഉപ്പിട്ട നാരങ്ങ വെള്ളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. എൻ്റെ അമ്മയും അമ്മൂമ്മയും വന്നു. ഞാൻ പറഞ്ഞു എക്സാം എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. എനിക്ക് എഴുതാൻ വയ്യായിരുന്നു, കൈ വേദനിച്ചു കേട്ടോ. പക്ഷെ ഞാൻ എഴുതി. മാർക്ക് വരുമ്പോ നമുക്ക് നോക്കാം. അല്ല, ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ എല്ലാവരുടെയും കുറെ പേരുടെയൊക്കെ ആഫ്റ്റർ എക്സാം റിയാക്ഷൻ ആൻഡ് അവരുടെ അഭിപ്രായം എടുത്തില്ലേ.
ഞാൻ എൻ്റെ പറഞ്ഞില്ലായിരുന്നല്ലോ. എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ഇതിപ്പം നമ്മളെ ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചേഴ്സ് അല്ലല്ലോ ക്വസ്റ്റ്യൻ ഇടുന്ന, യൂണിവേഴ്സിറ്റിക്കാരല്ലേ. പക്ഷെ പഠിപ്പിച്ചത് മാത്രമേ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളായിരുന്നു. അപ്പം ഞാൻ എഴുതി ഗൈസ്, എനിക്ക് മാക്സിമം എനിക്ക് എഴുതാൻ പറ്റുന്നതല്ല എഴുതി. പക്ഷെ എനിക്ക് അവസാനമൊക്കെ ഇതിപ്പം കൈ വയ്യ. ആദ്യമൊക്കെ ഭയങ്കര അടിപൊളി ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതി, അവസാനമൊക്കെ വള എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും അങ്ങനെ എഴുതിയാലും മാർക്ക് നല്ലപോലെ കിട്ടിയില്ലെങ്കിൽ നിന്റെ കാര്യം അതോ ഗതിയാ മോളെ. ഞാൻ പഠിത്തം നിർത്തി വീട്ടിയിരിക്കും, അത്രയും നല്ലത് എനിക്ക്. എന്താ വേണ്ട എൻ്റെ ചുറ്റുവിന് പറയാൻ? ചുറ്റു സ്വന്തം മുഖം നോക്കി ആസ്വദിക്കുക. പറ ചുറ്റു പറ എക്സാമിനെ കുറിച്ച്. എക്സാം നല്ലപോലെ എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു. നല്ല മാർക്ക് കിട്ടിയില്ല, നല്ല പൊട്ടിക്ക തരും. അത് ദാറ്റ് വാസ് പേഴ്സണൽ ഗൈസ്. ഇവിടെ തുളച്ച് കിടക്കണം മാറും, ഞാൻ പൊട്ടും. അപ്പം അത്ര കേട്ടോ എൻ്റെ ഒപ്പീനിയൻ എബൌട്ട് എക്സാം. എനിക്ക് മാക്സിമം പറ്റാവുന്നത്ര എഴുതി. പക്ഷേ അവസാനമൊക്കെ എത്തിയപ്പം മതിയായി, എനിക്ക് എഴുതി മതിയായി. ബട്ട് സ്റ്റിൽ ഞാൻ എല്ലാം അറ്റൻഡ് ചെയ്തു കേട്ടോ, ഒന്നും ഞാൻ ബ്ലാങ്ക് ആയിട്ട് വിട്ടില്ല. അങ്ങനെ സുഹൃത്തുക്കളെ, ഞാൻ എക്സാമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു ഫസ്റ്റ് സെമസ്റ്റർ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ഫസ്റ്റ് ഡേ വ്ളോഗ്. കൊള്ളായിരുന്നു അത്യാവശ്യം. ഇനി 4 എക്സാം ഇന്ന് സ്റ്റാർട്ട് ചെയ്തല്ലേ ഉള്ളൂ, ഇനി 4 എക്സാമും കൂടെ ഉള്ളൂ. അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ തീർക്കണം. അടുത്ത ആഴ്ച തീരും, എന്തായാലും അടുത്ത ഫ്രൈഡേ തീരും. അത് കഴിഞ്ഞാൽ പിന്നെ റെഗുലർ സെക്കൻഡ് സെമ്മിൻ്റെ ക്ലാസ് ആയിരിക്കും. ഞാൻ പോയി യൂണിഫോമൊക്കെ മാറട്ടെ കേട്ടോ, രാവിലെ പോയതല്ലേ. കുറേ നാളെ നമ്മളൊരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് എനിക്ക് അറിയാം, കാരണം എനിക്ക് അങ്ങോട്ട് ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ലോങ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ കൂടുതൽ ഇപ്പോൾ ഷോർട്സിലായിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് സ്റ്റിൽ എനിക്ക് ഈ ഒരു എക്സാമിൻ്റെ വ്ളോഗ് എടുക്കണം എന്ന് തോന്നി, അതുകൊണ്ട് ചുമ്മാ അങ്ങ് എടുത്തതാണ് കേട്ടോ. പിന്നെ ഞാൻ ലോങ് വീഡിയോ ഒന്നും ഇട്ടില്ല, എനിക്കൊന്ന് 10, 12, 13, 14, 15 ദിവസം കണ്ടായി വീഡിയോ ഇട്ടിട്ട്. നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലുള്ള കുറച്ച് കോളേജ് വിശേഷങ്ങൾ, ഇനി കോളേജിൽ ഓണം സെലിബ്രേഷനൊക്കെ വരുന്നുണ്ട്, എല്ലാം ഞാൻ വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഗൈസ്, സ്റ്റേ ട്യൂൺഡ് ഫോർ ദ വ്ളോഗ്. ബൈ.